സർ 30 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നു. 17 സീറ്റിൽ LDFും 12 സീറ്റിൽ UDFും 1 സീറ്റിൽ SDPIയുമാണ് ജയിച്ചിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? കേരള രാഷ്ട്രീയം എങ്ങോട്ടേക്കാണ് നീങ്ങുന്നത്? നമുക്ക് ഇപ്പോൾ അത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ റിസൾട്ടിലേക്ക് പോകാം. അവിടെ ശ്രീവരാഹം വാർഡിലായിരുന്നു തെരഞ്ഞെടുപ്പാണ്. ആ വാർഡ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥി സാങ്കേതികമായിട്ട് വിജയിച്ചിട്ടുണ്ട്. ഈ LDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ അവിടെ ലഭിച്ച ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഏതാണ്ട് 202 വോട്ടുകളാണ്. കൃത്യമായിട്ട് 202 വോട്ടിനാണ് ജയിച്ചത് 2022. ഇപ്പോൾ ജയിച്ചിരിക്കുന്നത് കേവലം 12 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ്. 12 വോട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 12 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് സാങ്കേതികം മാത്രമാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് BJP 190 വോട്ടുകൾ പിടിച്ചിരിക്കുന്നു. പുതുതായിട്ട് 190 അല്ല 190 വോട്ടുകൾ കൂടുതലായിട്ട് അവർ കഴിഞ്ഞ തവണത്തേക്കാൾ പിടിച്ചിരിക്കുന്നു. വലിയൊരു നേട്ടമാണ് ഒരു വാർഡിനെ സംബന്ധിച്ചിടത്തോളം. ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ ആ സീറ്റ് BJPക്ക് കൊണ്ടുപോകാവുന്നതേ ഉള്ളായിരുന്നു. അതിനുള്ള ശ്രമം ഉണ്ടായിട്ടില്ലെന്ന് വേണം കരുതാൻ. അങ്ങനെ ഒരു സീറ്റ് കോർപ്പറേഷനിൽ അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. പിന്നെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വേറൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത എന്ന് പറയുന്നത് SDPIക്ക് തിരുവനന്തപുരത്തേക്ക് ഒരു സീറ്റ്, അത് കോർപ്പറേഷനിലല്ല, കോർപ്പറേഷന് പുറത്ത് പഞ്ചായത്തിൽ ഒരു സീറ്റ് അവർക്ക് കിട്ടിയിരിക്കുന്നു. അതെ ആ ഭാഗത്തൊക്കെ ഡെമോഗ്രാഫിക് പോപ്പുലേഷൻ അതിൻ്റെ ഒരു ഇൻഫ്ലക്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം അങ്ങനെ ഒരു ഡെമോഗ്രാഫിക് പ്രഷർ നേരത്തെ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു പ്രഷർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞം ആ ഭാഗങ്ങളിലാണ് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ പഞ്ചായത്ത് അതിർത്തികളിലേക്ക് വരികയാണ്. ഇന്നാൾ താമസിയാതെ കോർപ്പറേഷനിലേക്ക് ഇതിൻ്റെ ഒരു പ്രഷർ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അന്നേരം ഈ ഡെലിമിറ്റേഷന് മാറ്റങ്ങളുണ്ടാവാം. അതിൻ്റെ ഫലമായിട്ട് ഫലങ്ങൾക്കും മാറ്റം ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ മൊത്തത്തിൽ നോക്കിക്കഴിയുമ്പോൾ ഈ 30 സീറ്റുകളുടെ കണക്കെടുത്ത് കഴിയുമ്പോൾ 2 പേർക്കും നഷ്ടക്കണക്കേ പറയാനുള്ളൂ. LDFന് 3 സീറ്റുകൾ പോയിരിക്കുന്നു. പിന്നെ UDFനാണെങ്കിൽ 2 സീറ്റേ പോയിട്ടുള്ളൂ എന്ന് ആശ്വസിക്കാം. പക്ഷെ പോയിരിക്കുന്ന 2 പേർക്കും ഇതിപ്പോൾ കിട്ടിയത് ആർക്കാണ്? SDPIക്ക് 1 കിട്ടിയുള്ളൂ. BJPക്ക് 1 കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങോട്ട് പോയി? മറ്റുള്ളവർക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ്? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമല്ല കൂടുതലും ജനങ്ങൾ നോക്കുന്നത്. ഒരു രാഷ്ട്രീയ വോട്ടല്ല. അതങ്ങനെ തന്നെയാണ് പഞ്ചായത്തി രാജ് ആക്ട് അനുസരിച്ച് പറയുന്നത്. രാഷ്ട്രീയം പാടില്ല എന്ന് തന്നെയാണ്. രാഷ്ട്രീയം അത് വെച്ചുള്ളൊരു തെരഞ്ഞെടുപ്പ് ആയിരിക്കരുത് ഇതെന്നാണ് അതിൻ്റെ ഒരു ദർശനം. ശരിക്കും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. നാട്ടിലെ ആളിൻ്റെ നന്മ, സ്വഭാവം, ഇങ്ങനെയുള്ള പല ഘടകങ്ങളും നോക്കിയാണ്. സ്വാധീനം, കഴിവ്, സേവന തൽപരത, പ്രധാനപ്പെട്ട കാര്യം, സാമൂഹിക സേവന തൽപരത, ഈ കാര്യങ്ങളെല്ലാം ഘടകങ്ങളാണ്. രാഷ്ട്രീയം, പിണറായി വിജയൻ്റെ ഭരണം അല്ലെങ്കിൽ കോൺഗ്രസ്സിലെ തർക്കം, ഇതൊന്നും വിഷയങ്ങളാവുന്നില്ല വലുതായിട്ട്. കാരണം ഇത് ഉപതെരഞ്ഞെടുപ്പും കൂടെ ആയതുകൊണ്ട്. അതേസമയം സംസ്ഥാന തലത്തിലൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറച്ചുകൂടെ രാഷ്ട്രീയം അതിനകത്ത് വരും. വ്യക്തിപരമായിട്ടുള്ള അംശങ്ങൾ കുറച്ചേ വരും. കാരണം ഒരു വലിയ ഫൈറ്റാണ് വരുന്നത് എന്ന് മാത്രമല്ല, അതൊരു ലിറ്റ്മസ് ടെസ്റ്റാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് ജയിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റുമാണ്. പക്ഷേ നമ്മൾ ഈ ചരിത്രം കൂടെ നോക്കണം. കഴിഞ്ഞ ഏറെ വർഷങ്ങളായിട്ട് തെരഞ്ഞെടുപ്പുകൾ വന്നുകൊണ്ടിരുന്നപ്പോൾ ആദ്യം എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും നമ്മുടെ പോസ്റ്റൽ വോട്ടിൻ്റെ കണക്കെടുക്കുന്ന പോലെയേ ഉള്ളൂ, അത്രയും ഒരു പ്രസക്തിയേ ഉള്ളതിനെങ്കിലും ആദ്യം LDF തന്നെയാണ് മുന്നിട്ട് കൊണ്ടുവന്നത്. ക്രമേണ രണ്ടും തുല്യത കൈവരിച്ചു, ഏകദേശം ഏറെക്കുറെ ഒരുപോലെ. ആ തുല്യതയിൽ നിന്ന് മാറിയിട്ട് കഴിഞ്ഞ കുറേ പ്രാവശ്യങ്ങളായിട്ട് UDFനായിരുന്നു മേൽക്കൈ, UDFന്. പക്ഷേ ഇവിടെ വരുമ്പോൾ ആ ഒരു മേൽക്കൈ ദൃശ്യമല്ല. പോയിരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നാണ് SDPI സീറ്റ് പിടിച്ചിരിക്കുന്നത്. മനസ്സിലാക്കണം, കോൺഗ്രസിൻ്റെ സീറ്റാണ് പോയത്. അപ്പോൾ കോൺഗ്രസ് അവിടെ ആഞ്ഞ് ശ്രമിച്ചിട്ടില്ല. മൊത്തത്തിലൊരു നിരുന്മേഷം കോൺഗ്രസിനുമുണ്ട്, BJPക്കുമുണ്ട്.
LDF എന്നാൽ സമർത്ഥമായിട്ട് ഒരു കരുക്കൾ നീക്കുകയും പല മണ്ഡലങ്ങൾ ജയിച്ചിട്ട് അവരുടെ പ്രസ്റ്റീജ് നിലനിർത്തുകയും ചെയ്തു. അവർക്കൊരു വീര്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നാളുകളിൽ ഒരു ഉണർവുണ്ടായി. ഉണർവ് ഉണ്ടാവാൻ കാര്യം എന്താ? പൊയ്പോയെന്ന് വിചാരിച്ച കേസാണ് ശശി തരൂർ ഉണ്ടാക്കിയ എന്നേ ഞാൻ പറയുന്നുള്ളൂ. ശശി തരൂർ മാത്രമാണ് അതിൻ്റെ കാരണക്കാരൻ എന്ന് ഞാൻ പറയുകയില്ല. അതിൻ്റെ ഫലമായിട്ട് ആവശ്യമില്ലാതെ ആ പോഡ്കാസ്റ്റ് വരുന്നതിന് മുമ്പേ ആൾക്കാർ കോൺഗ്രസ് നേതാക്കൾ കയറി പ്രതികരിച്ച രീതി, ഇതൊക്കെ വലിയ തോതിൽ കോൺഗ്രസ് പ്രവർത്തകരെ നിരുന്മേഷവാന്മാരാക്കുന്നതിൽ UDFന് അതൊരു തിരിച്ചടിയായി, LDFന് അതൊരു നേട്ടവുമായി അതും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രസക്തമാണ്. പക്ഷേ സാർ, ഇത് ഭാവിയിൽ എങ്ങനെയായിരിക്കും? ഭാവിയിൽ വേണ്ടത്, ഇപ്പോൾ BJPക്ക് നല്ല നേതൃത്വം ഇല്ല. ആരാണ് പ്രസിഡന്റ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തർക്കം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര്, അതൊരു ഇപ്പോൾ തർക്കത്തിലാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ശക്തവും വ്യക്തവും വളരെ ഉചിതവുമായിട്ടുള്ള തീരുമാനങ്ങളുണ്ടാകും. അതായിരിക്കും ഈ രണ്ട് കക്ഷികളുടെയും അവരെ ഉൾക്കൊള്ളുന്ന മുന്നണികളുടെയും ഭാവി തീരുമാനിക്കുക. CPM-നെ സംബന്ധിച്ചിടത്തോളം പിണറായി തന്നെ ആയിരിക്കും. വേറൊരു മുഖ്യമന്ത്രിയെക്കുറിച്ച് നമ്മളിപ്പോൾ ആണെങ്കിൽ പിണറായി തന്നെ വീണ്ടും വരും. അതുതന്നെയാണ് കോൺഗ്രസ് അതിൻ്റെ ഫോക്കസ് ആക്കേണ്ടതും അതിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രമാക്കേണ്ടത്. ഇനിയൊരു പിണറായി ഭരണം വേണോ എന്നുള്ള ചോദ്യവും സമർത്ഥമായിട്ട് ഇപ്പോൾ ഉയർത്താൻ കഴിയുന്നത് കോൺഗ്രസിനാണ്. പക്ഷെ അവർ അടുത്ത ജയിച്ചു കഴിഞ്ഞ പോലെ മുഖ്യമന്ത്രി, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ സ്വപ്നം കാണുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ ഒരു കുട്ടി പാലാ ബ്രില്യൻ്റ് കോളേജിൽ പഠിക്കുകയാണെന്ന് നോക്കുക. ആ കുട്ടി എൻട്രൻസ് വേണ്ടിയിട്ട് അവിടെ കോച്ചിങ്ങിന് പോകുന്നേ ഉള്ളൂ. അപ്പം ഞാൻ മെഡിക്കൽ കോളേജ് കിട്ടിയാൽ ഏത് മെഡിക്കൽ കോളേജിൽ പോകണം എന്നിങ്ങനെ ചിന്തിക്കുന്ന പോലെ അവരിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഗ്യാരണ്ടി ഒന്നുമില്ല കിട്ടുമെന്ന്, പഠിക്കണം, ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ഹാർഡ് വർക്ക്, അതാണിപ്പോൾ വേണ്ടത്. ആണോ? അതെ, തീർച്ചയായിട്ടും. ഹാർഡ് വർക്ക് ഉണ്ടെങ്കിലേ കിട്ടും. ഹാർഡ് വർക്ക് എവിടെ? ഒരു കുന്തവുമില്ല. ഹാർഡ് വർക്ക് ഒരു കുന്തവും നടക്കുന്നില്ല. കിട്ടാത്ത മുന്തിരിയുടെ പുളിയും അന്വേഷിച്ച് നടക്കുകയാണ്. നിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി ഏതെങ്കിലും ഫാദർ അവിടെ ഇങ്ങനെ വരാന്തയിൽ കൂടി വടിയുമായിട്ട് നടക്കുന്നുമില്ല. അപ്പോൾ അച്ചടക്കമില്ലാത്ത ഒരു സംഘമായിട്ട് മതി. ഒരു ഫാദർ വടിയുമായിട്ട് നടന്നെങ്കിൽ മാത്രമേ ഇവർ ഹാർഡ് വർക്കും അച്ചടക്കവും പാലിക്കുകയുള്ളൂ. ഫാദറില്ല, അതാണ് ഫാദർ ഇല്ലാത്തതിൻ്റെ പ്രശ്നം. തന്തയില്ലാത്തതെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, ഒരു ഗോഡ് ഫാദർ അല്ല, ഒരു വികാരി അച്ഛൻ ഇത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. അവിടെയൊക്കെ അങ്ങനെയാണല്ലോ, പള്ളിയിലെ അച്ഛന്മാർ തന്നെ ഈ ശിക്ഷാ നടപടികളും ശ്രദ്ധിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ ശരിയായിട്ടുള്ള ഒരു വിജയം കോൺഗ്രസിന്. അച്ചടക്കമില്ല, അച്ചടക്കം സീറോ ആണ്. തമ്മിലടിയാണെങ്കിൽ ഹാർഡ് വർക്ക് സീറോ ആണ്. ഇത് രണ്ടുമാണ് പിണറായി വിജയൻ്റെ പ്ലസ് പോയിന്റുകൾ. കോൺഗ്രസിൻ്റെ ഈ വീഴ്ചകളാണ് പണ്ടെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെന്ന പോലെ ഈ പ്രാവശ്യവും ഈ കോൺഗ്രസിൻ്റെ ഈ ദൗർബല്യങ്ങളാണ് കോൺഗ്രസിൻ്റെ നെഗറ്റീവ് പോയിന്റുകളാണ് കരുത്തായിരിക്കുന്നത്. അതെ, പിണറായി വിജയൻ്റെ പ്ലസ് പോയിന്റുകൾ. അതേസമയം നേരെ തിരിച്ചായിരുന്നു വേണ്ടത്. പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ LDFൻ്റെയും നെഗറ്റീവ് പോയിന്റുകളായിരുന്നു കോൺഗ്രസിൻ്റെ പ്ലസ് പോയിന്റുകളാവേണ്ടത്. അത് സംഭവിക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഷനാറിയ. എന്നാൽ BJPക്ക് ആ സ്പേസ് കൈയടക്കാമായിരുന്നു. അതിന് പറ്റിയ ഒരു നേതൃത്വം, ഉചിതമായ നേതൃത്വമില്ല, ദിശാബോധമുള്ള ഒരു നേതൃത്വം ഇല്ല. അത് രാജീവ് ചന്ദ്രശേഖരനെ പോലെയോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഷോൺ ജോർജിനെ പോലെയോ ഉള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ, അല്ലാതെ ഈ തമ്മിലടിക്കുന്ന നേതാക്കന്മാരെ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്തായാലും സാർ, ഈ പറഞ്ഞതുപോലെ വരാൻ പോകുന്ന ഇപ്പോൾ ഈ വർഷം അവസാനം തന്നെ കാണുമല്ലോ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞാൽ ഏതാണ്ട് 4 മാസം കഴിയുമ്പോഴത്തേക്കും അസംബ്ലി തെരഞ്ഞെടുപ്പുമായി, നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഒരുപാട് സമയമില്ല. ഇപ്പം മീറ്റിംഗ് ഒക്കെ വിളിച്ച് ചേർത്തിരിക്കുകയാണ്. അതെ, അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വൈകാതെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കും. അതിലേക്ക് കടന്നു കഴിഞ്ഞു. ഡീലിമിറ്റേഷന്റെ വന്നു, അതിൽ എതിർപ്പ് വന്നതുകൊണ്ട് വീണ്ടും അത് പരിശോധന, അതിന്റെ കരടൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. വോട്ടേഴ്സ് ലിസ്റ്റ് വരും. ഇപ്പോൾ നടപടിക്രമങ്ങൾ, വിജ്ഞാപനം വന്നില്ലെങ്കിലും നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അതെ, കേരളം എങ്ങോട്ടേക്കാണ്, വീണ്ടും ചുവക്കുമോ അല്ലെങ്കിൽ ഈ ചുവപ്പ് നിലനിർത്തുമോ, അതോ അത് മാറി മറ്റൊന്ന് വരുമോ എന്നൊക്കെ ഉള്ളത് എന്തും സംഭവിക്കാം. കാത്തിരുന്ന് കാണാം.